അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ വീഡിയോക്ക് പോണതിൻ്റെ മുന്നേ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇന്ന് വിരുന്നാരൊക്കെ ഉണ്ട്, പോയിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാവരും വിരുന്നാണല്ലോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. അപ്പോൾ ഉമ്മ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ അപ്പോൾ ഒന്ന് പറഞ്ഞ് ബിരിയാണി വേണ്ട, ബിരിയാണി ആകുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഇതാക്കണ്ടേ, അപ്പം മന്തി അതിന്ന് പറഞ്ഞ് അങ്ങനെ മന്തി വാങ്ങാന്ന് കരുതിക്കണം. അപ്പോൾ ആർക്കൊന്നും പണിയൊന്നും ഇല്ല കേട്ടോ, ഒക്കെ വർത്താനം പറഞ്ഞ് കുത്തിറക്കാണ്, ഫ്രീ ആയി കുത്തിറക്കാണല്ലോ, ഒക്കെ വാങ്ങിയാൽ മതിയല്ലോ, അപ്പോൾ പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നലെ അമ്മോനെ ഏൽപ്പിച്ച് നിന്നെ ഓൻ്റെ പെണ്ണുങ്ങളൊപ്പം ഒന്ന് കാവനൂർ പോയി കൊടുക്കേണ്ടിയാണ്. ഓൾക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടണോള്, അപ്പോൾ അതെന്തോന്ന് ടൈറ്റ് ആക്കാൻ എന്തോ ചെല്ലാൻ പറഞ്ഞേക്കണം. അപ്പോൾ ഓളൊപ്പം ഒന്ന് പോയി കൊടുക്കേണ്ടിന്ന് ഇന്നലെ എന്നോട് പറഞ്ഞോ, പണിക്ക് പോയിക്കാട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാൻ ഒരുങ്ങാണ്, ഞാനും ഓളോ പോണത്. അപ്പം ഞങ്ങളെ കുട്ടികളൊക്കെ ഞങ്ങൾ ഉമ്മാൻ്റെ അടുത്ത് ഇട്ടാണ്ടാട്ടോ പോണത്, ഉമ്മി കൊണ്ടുണ്ടല്ലോ, അപ്പോൾ ഓലെ അടുത്ത് ഇട്ടാണ്ടാണ് ഞങ്ങൾ പോണത്. അപ്പം എൻ്റെ മകള് കണ്ട ഉറപ്പായിട്ട് വൈത്താലം കൂടും. ഓള് കാലിയിൽ പോണ് നോക്കിക്കല, അപ്പം കാലിലിൻ്റെ ഒപ്പം പോകാൻ. അപ്പോൾ ഇന്നലെയൊക്കെ കളീൻ്റെ ഒപ്പം പോയിക്കേനി. അപ്പോൾ ഞാൻ പോണ കണ്ട എന്തായാലും എൻ്റെ വൈത്താല പോരും. അപ്പോൾ ഓളിപ്പോൾ വല്ല മറ്റോള് പൊണ്ണൂൻ്റെ മകൾ ഓളെ തോട്ടിൽ കൊണ്ടുപോയിന് കേട്ടോ. അപ്പോൾ ഓല് തോട്ടിൽ നിന്ന് വരുമ്പോഴത്തേന് ഞങ്ങൾക്ക് മാറ്റി ഒരുങ്ങി പോകണം. അപ്പോൾ ഞങ്ങൾ രണ്ടാളും പോകാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ ഇന്ന് പണികളൊന്നുമില്ല, ഞങ്ങളിനി പോയി വരുമ്പോഴാട്ടോ ചോറ് കൊണ്ടുവരിക. ഒന്നില്ല ഞങ്ങൾ പോണ ഡ്രൈവർ വാങ്ങലായിരിക്കും, എന്താ അറിയില്ല. ഞങ്ങൾ പോയി വരുമ്പോഴാണ് ചോറ് കൊണ്ടുവരാം. നല്ല കുരയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോണതും ഇതൊക്കെ കാണിച്ചു തരാം, ബാക്കി വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. മാറ്റട്ടെ, മകൾ വരുമ്പോഴത്തേനും പോകണം. ഞങ്ങൾ മെല്ലെ പുറത്ത് ചാടിട്ടോ. ഇമ്മ കൊലായി ഭാഗത്തേക്ക് ആക്കിക്കണ്, മാറ്റി പിടിച്ചിക്കണ്. അപ്പോൾ ഞങ്ങൾ മെല്ലെ പുറത്താടി. ഞങ്ങൾ സ്റ്റെപ്പ് കയറി നിൽക്കാൻ വിചാരിച്ചു. വണ്ടി വരുമ്പോഴത്തേനും ഇതാണ് എൻ്റെ അമ്മായി. അപ്പോൾ ഞങ്ങൾ അമ്മായി എന്ന് പറഞ്ഞാൽ എൻ്റെ ഇപ്പോൾ പഠിച്ചതന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് കയറി നെറൂല് നിൽക്കട്ടെ, ഇല്ലെങ്കിൽ കണ്ടാ പണിയോ. അപ്പോൾ എന്തൊക്കെ പാടില്ലേ മക്കളായ പിന്നെ. അല്ല ഞങ്ങൾ 18-ാം പടി കയറി കേട്ടോ. 35-ാം പടിയാണ്, 18-ാം പടി. കാട് ആവോ. വണ്ടിക്ക് വിളിച്ചു കേട്ടോ ഞങ്ങൾ, വണ്ടി വരാന്നൊക്കെ പറഞ്ഞ് കുഴങ്ങി. ഞങ്ങളിവിടെ എത്തിട്ടോ. തിരക്കുണ്ടോന്നൊന്നും അറിയൂല അല്ലേ, ഉണ്ടാവലുണ്ടോ? ഓ ഇതാ മുന്നിൽ പോവുന്നുണ്ട് കേട്ടോ. ഞാൻ പേടിക്ക് പോകുന്ന ആളാണ് ഞാൻ. പക്ഷെ ഡോക്ടർ ഒന്നുമില്ല. ഞങ്ങളിവിടെ പോസ്റ്റാ. ഇത് മുത്തു ഓളെ കാണിച്ചിട്ടേ ഓള് മറിഞ്ഞിക്കാം. എൻ്റെ ഫോൺ കയ്യിൽ നിന്ന് ചാടിയാൽ നേരെ താഴെ കണ്ടെത്തുണ്ടാവില്ലേ, പൊടി പോലും കിട്ടൂല. ഇതൊരു മുകളിലാട്ടത് സംഭവം. അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. ഞങ്ങളിവിടെ പേരെ കൊടുത്തിന്. ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കാം. ഇവിടെ നിൽക്കുമ്പോൾ നല്ല രസമാണ്. മുന്നിൽ ഫുള്ള് ഡ്രസ്സ് കടയൊക്കെ ആയതുകൊണ്ടേ നിങ്ങളെ കണ്ട് വേഗം പോകാനായിട്ടാണല്ലേ ഇവിടെ. കുട്ടികളെ കൂട്ടാത്തതിനോട് കുട്ടികളെ കൂട്ടിനെങ്കിൽ പിന്നെ ഓരത്തേക്കാരെ കണ്ണും കയ്യൊക്കെ. ഇവിടെയൊക്കെ ഡ്രസ്സ് കട കേട്ടോ. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഡാൻസൊക്കെ ഇറങ്ങി. അതിൻ്റെ ഇടയ്ക്കൊരു മഴയൊക്കെ ചെറുതായിട്ട് പെയ്ത് തോർന്ന്. അപ്പോൾ ഓളപ്പം ഇങ്ങനെ പോസ്റ്റായി ഇരിക്കുകയാണല്ലോ ഞാൻ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻ്റെതും ഒന്ന് കാണിച്ചിട്ടു. ഏതായാലും വെറുതെ ഇരിക്കല്ലേ വിചാരിച്ചിട്ട് ഇൻ്റെതും ഒന്ന് കാണിച്ച്. അപ്പോൾ എനിക്ക് നല്ലൊരു ഷീട്ടൊക്കെ കിട്ടിക്കണം. ഇനിയിപ്പോൾ എന്തോ എക്സ്റേ എടുക്കുകയൊക്കെ വേണമല്ലോ. ഏതായാലും വെറുതെ കാണിച്ചതാ, എടുക്കൊന്നുമില്ല. ഏതായാലും ഇവളിപ്പോൾ പോയതല്ലേ വിചാരിച്ചാൽ. അപ്പം ഞങ്ങളിങ്ങനെ നടക്കുക കേട്ടോ, മെല്ലെ നടക്കുവോളെ. അപ്പം ഇനി ഞങ്ങൾക്ക് ചോറൊക്കെ വാങ്ങണം. പിന്നെ ഓക്ക് വല്ലാതെ വിശക്കുണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിക്കണം. അപ്പം അതൊക്കെയാണ് ഇനി പണി. ജ്യൂസ് കുടിക്കാൻ വേണ്ടി വന്നു കേട്ടോ. ചോറൊക്കെ അവിടെ ഓർഡർ കൊടുത്താണ്ട് ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ. അപ്പം വന്നപ്പോൾ ഞങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ഇവിടെ കുറച്ച് ആൾക്കാരെ കണ്ട് അല്ലേ. എൻ്റെ നാത്തൂനും അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഒരു കഴിഞ്ഞില്ലേ. അപ്പം ഞങ്ങൾ സീറ്റില്ല അവിടെ ഇരിക്കാൻ. അപ്പം ഞങ്ങൾ സീറ്റ് ഇങ്ങനെ നോക്കുമ്പോൾ തീറ്റളെ കണ്ടേക്കാം. ഞാൻ പറയണ കേക്ക് ഉണ്ടാവും. ജ്യൂസ് എത്തിയിട്ട് നമ്മൾ സ്ട്രോബെറി ഷേക്കൊക്കെ പറഞ്ഞത്. ജ്യൂസും കടിയൊക്കെ എത്തിയിട്ടുണ്ട്. കാവനൂരുള്ള സുൽത്താൻ മജ്ലിസ് കയറിയിട്ട് ഞങ്ങൾ എന്താക്കി, മന്തിയൊക്കെ വാങ്ങിയിട്ടോ. മന്തിയൊക്കെ വാങ്ങിയാണ്ട് ഇപ്പം ഞങ്ങൾ ഇനി ഓർഡർ ചെയ്യാൻ പോവാണ്.
അപ്പൊ ഇനി നേരെ പെരേക്ക് വൈറ്റളൊക്കെ വേണമെങ്കിൽ പൈസ കാത്തിക്കുണ്ടാവും, നമ്മളെ ചോറിന് കാത്തിക്കുണ്ടാവും. ഞങ്ങളവിടെ കുറേ നേരം പോസ്റ്റായി, പിന്നെ ഞങ്ങൾ ജ്യൂസൊക്കെ ഒന്ന് കുടിച്ച്. അപ്പോൾ ഇപ്പോൾ സമയം ഇപ്പോൾ എത്രയോ 1 ആയില്ലേ, 1:30 കഴിഞ്ഞിന് കിട്ടോ. അപ്പം ഇനി പെരയിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങള് പെരയിലെത്തിയിട്ടു. കളിക്കാരെ കളിയായിരിക്കൂലേ ഈ കാണണൊക്കെ. ഇതാ ചോറ് പഠിച്ചോനെ ഈ കാണുന്നതൊക്കെ. എന്താ ഈ തിന്നണൊക്കെ? ഇമ്മീ അടക്കതാ ചിന്തീന്. നമ്മള് ഞാൻ കുട്ടീനെ കുളിപ്പിച്ചില്ല കേട്ടോ. ഞാൻ വേഗം കുളിച്ച് ഞാൻ പറഞ്ഞത് അപ്പൊ ഞാൻ പിന്നെ വന്നാരെ കുട്ടീനെ കുളിപ്പിച്ച്. പിന്നെന്താ അവിടെ ഫുള്ള് അലമ്പാക്കിട്ടതേനി വരുമ്പോ. ഒരു 4 മക്കളെയും കൂടി ഇട്ട് പോയതല്ലേ. അപ്പൊ ഞാൻ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോറൊക്കെ പാത്രത്തിലിടട്ടെ. പൊണ്ണുണ്ട് ഇട്ടാടെ, ഓളാടെ ഉണ്ട്. അപ്പോൾ നീ ചോറും ഇതൊക്കെ പാത്രത്തിലിട്ടിട്ട് നമുക്ക് വിളമ്പി ചോറ് തിന്നാൻ പോവാം. ഞങ്ങൾ ചോറാകാൻ പോയത് പറയണ്ട പോലെ വിറ്റ്. ഞാനും ഓടല്ലോ ചോറാകാൻ പോകണം. ആദ്യമായിട്ട് ഓക്ക് വാങ്ങി ചെയ്യലുണ്ട്, എനിക്ക് ചെയ്യലില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു മന്തിക്കാടെ പോയി കാണും. ഞാൻ വാങ്ങീന് എൻ്റെ കല്യാണം കഴിഞ്ഞ ഉടനെ. അന്ന് ഭാവണ്ടായിന്, എൻ്റെ ആങ്ങളുണ്ടായിന്. അപ്പൊ ഞാൻ അങ്ങനെ അവിടെ പുറത്ത് നോമ്പ് പോയി കാണാൻ വാങ്ങിയത് ഇതൊക്കെ. ഞാൻ ഇതുവരെ അങ്ങനെ ഉള്ളിൽ കയറി വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇന്ന് ഞാൻ അങ്ങനെ പോയി വാങ്ങി, ലൈഫിൽ തന്നെ ആദ്യമായിട്ടാ അങ്ങനെ ഓള് ഞാനൊക്കെ പോയി വാങ്ങിയൊക്കെ വന്നേണ്. അപ്പോൾ കുറേ വാങ്ങി വന്നേണ്, കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇപ്പം ഇനിയൊക്കെ തട്ടി നമ്മൾ വിളമ്പട്ടെ കേട്ടോ. ഇതൊക്കെ അവിടെ കളിയിലാണ് മക്കൾ. അവർക്ക് ചോറിനായിട്ടൊന്നുമില്ല, അവർക്ക് നിർബന്ധമൊന്നുമില്ല, അവർ കളിയിലായോണ്ട്. അപ്പം ഇനി മുത്തോ ബാഡി. മുത്തു പറയണത് അമ്മായി കേട്ടോ, അമ്മേൻ്റെ പെണ്ണുങ്ങൾ എൻ്റെ ഒപ്പം പഠിച്ചോളപ്പം നേരത്തെ പോയത്. അപ്പം നമ്മളിതൊക്കെ റെഡി ആക്കട്ടെ കേട്ടോ. ചോറൊക്കെ ചെരിഞ്ഞീന്. ഇതിലിതാ ഒന്നും കൂടി ഉണ്ട് കേട്ടോ കഴിച്ചാത്തത്. അത് ഞങ്ങളവിടെ വെച്ച് കഴിഞ്ഞിപ്പോൾ കലിയിൽ പണിക്കുപോയതാ. അപ്പം ചൂടാറണ്ട കരുതിയിട്ട്. അപ്പം അത് അൽഫാം അൽഫാമാട്ടോ ഞങ്ങൾ വാങ്ങിയത്. നല്ല വിറ്റാണ് വാങ്ങാൻ പോയത്, അതൊക്കെ പറയാപ്പോ. അപ്പൊ ഇനി നമ്മൾ ചോറൊക്കെ ഇതുണ്ട് നമ്മള് സോസ്. അപ്പൊ ഇതാ സോസൊക്കെ ഉണ്ട്. അപ്പൊ ഇനി ഞങ്ങള് വിചാരിച്ച എന്താ വെച്ചാൽ ഇനി തട്ടുക്കൊന്ന് വളമ്പണ്ട, ചെമ്പോടുക്കനെ കൊണ്ടേക്കതട്ടായിന്ന് വാരി തിന്നാന്നൊക്കെയാണ് വിചാരിച്ചത്. ഇനി ഉമ്മച്ചി വന്നാൽ ചീത്ത അറിയാമെന്ന് അറിയില്ല, തട്ടുക്കൊക്കെ എടുത്തോളിന്ന് പറയുക അറിയില്ല. അപ്പൊ സോസൊക്കെ ഇതാ മുത്തെടുക്കുന്നുണ്ട്. പിന്നെ ബീഫ് ഉണ്ട് കേട്ടോ, അത് മറന്ന്. ബീഫ് ഉണ്ട് കേട്ടോ, അതാ നല്ല ഇമ്മീ കറുപ്പിച്ചണ്. അതാ അപ്പൊ അതാ കേട്ടോ ബീഫൊക്കെ അല്ല ഉമ്മ കറുപ്പിച്ചണേ. ഇപ്പൊ ഇന്ന് ഉച്ചക്ക് അടിപൊളിയാട്ടോ ചോറും കൂട്ടാനൊക്കെ. അതാ നമ്മള് ചോറ് തിന്നാൻ പോവാട്ടോ. അപ്പൊ അതാക്ക് നല്ല അൽഫാം ഉണ്ട്, മന്തി ഉണ്ട്, ബീഫ് ഇങ്ങനെ കറുത്ത ബീഫ് ചെവി കണ്ടാലിപ്പോ. പിന്നെ സോസ് ഉണ്ട്. നമ്മൾ ചോറ് തിന്നാൻ പോവാ. എല്ലാരും ഉണ്ട് കേട്ടോ. പൊണ്ണും അവിടെ ഉണ്ട്, ഓള് തട്ടിടാത്തതിനോട് ഓളെ കാണിച്ചാൻ പറ്റൂല. പിന്നെ അവളെ കുട്ടികൾ ഇതാക്കണ ഇവിടെ ഇങ്ങനെ എല്ലാരും ഉണ്ട്. എന്റെ മകള് ഇതാക്കണ ഇവിടെ തിന്നല്, മുഖം കാണിക്കൂല. അപ്പൊ നമ്മളെല്ലാരും ചോറ് തിന്നിട്ട്. അപ്പം ചോറ് തിന്നിട്ട് കാണാം. ഇതാക്കണ മന്തിയൊക്കെ കൊണ്ടുവന്ന് മന്തിയൊക്കെ തിന്ന് പൊണ്ണുമ്പോ അത് അവള് നീച്ച് പോവാണല്ലോ. അപ്പോൾ ഓള് കുഴങ്ങി, ഓക്ക് ചോറൊക്കെ തിന്ന് കുഴങ്ങിക്കണ്. അപ്പോൾ ഞാനെന്നെ ഉള്ളു വീഡിയോ എടുക്കാൻ. എല്ലാവരും കുഴക്കും ക്ഷീണമൊക്കെ ഉള്ളവരാണ് കേട്ടോ. അപ്പോൾ എന്താ ചോറൊക്കെ തിന്ന് ഞങ്ങൾ കുട്ടികളൊക്കെ അവിടെ ഉണ്ട്, ഞങ്ങളും ഇവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വിശേഷങ്ങൾ. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഒക്കെ പറഞ്ഞല്ലോ. അല്ല ഹോസ്പിറ്റലിൽ മുത്തുവിൻ്റെ പല്ല് ഞാനപ്പോൾ എൻ്റെ വെറുതെ ഒന്ന് കാണിച്ചിട്ടോ, ജസ്റ്റ് ഒന്ന് കാണിച്ച്. അപ്പോൾ പറഞ്ഞ് എക്സ്റേ എടുക്കൊക്കെ വേണമല്ലോ, എൻ്റെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ വെറുതെ ഓളപ്പം ഏതായാലും കയറിയതല്ലേ അപ്പോൾ ഒന്ന് കാണിച്ചതാ. മുത്തു ഉറങ്ങിക്കണല്ലോ. അപ്പോൾ അപ്പം അമ്മച്ചിൻ്റെ അവിടെ എല്ലാവരും ഉണ്ട്, അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഫുള്ള് വർത്താനം വിളിയൊക്കെയാണ് ഇതുവരെ, ഒച്ചപ്പാടൊക്കെയാണ്. ഇപ്പോൾ ചോറൊക്കെ തിന്നപ്പോൾ എല്ലാവരും അടി ഇവിടെയൊക്കെ സൈഡായിക്കണം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ പൊണ്ണൊന്ന് പോകും കേട്ടോ. ഓളൊന്ന് വൈകുന്നേരം കുഞ്ഞാപ്പ് വരും, അപ്പോൾ ഓളൊന്ന് പോകും.
വന്നാണ്ട് പോകുമ്പോൾ ഒരു എന്തോ ഇടങ്ങാറാണ്. അത് ഓള് പറയും ഞാൻ ഒരു ദിവസത്തിന് വരുന്നില്ല പറഞ്ഞാണ്ട് ഓള് വരൂല. എനിക്കതൊക്കെ ഗതികേടാണ് പറഞ്ഞാണ്ട് ഓള് തീരെ വരൂല. അപ്പോൾ ഓളൊന്ന് പോകും കേട്ടോ. എൻ്റെ മകളാണെങ്കിൽ ഓലൊപ്പം ഓളൊറ്റക്കല്ലേനു ഇവിടെ. അപ്പോൾ ഓല് മുത്തും മകനൊക്കെ ഉള്ളതിനോട് തന്നെ ബലൂക്കെ ഉള്ളതിനോട് ഒക്കെ ഭയങ്കര സന്തോഷം. ഓള് ഫുൾ പാച്ചിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പായലും കളിച്ചലും. ഇനി പോലൊക്കെ പോയാലും ഒറ്റക്കാവും, വീണ്ടും ഒറ്റക്കാവും. അപ്പം ഇങ്ങനെ ഒരു നെലോളി ചീച്ചിലായിരിക്കും. അപ്പോൾ ഓലൊന്ന് പോകും. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കുട്ടികൾക്ക് സ്കൂളും മദ്രസൊക്കെ ഉണ്ട്. അപ്പം പിന്നെ പോവാതെക്കാനും പറ്റൂല. ഓളും അങ്ങനെ വന്നിട്ട് കുറേ ആയിട്ടോ, നിന്നിട്ടൊക്കെ കുറേ ആയിനന്നോ. ഇമ്മമ്മാൻ്റെ എൻ്റെ അന്ന് പോയതോല്. പിന്നെ 40 വന്ന്. പക്ഷെ അന്ന് വന്നിക്കാണ്ട് പോയക്കോളൂ, കുട്ടികളൊന്നും കൊണ്ടുവന്നിട്ടില്ലേന്. അപ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വിളിച്ചാണ്ട് വാ പറഞ്ഞപ്പോൾ വന്നതപ്പോൾ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മകളെന്തോ നിലവിളിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.